അതുകൊണ്ട് പിണറായിക്ക് കണ്ടകൊടാലി വരും. പിണറായി മകളും ഭാര്യയും എല്ലാ മരുമകനും എല്ലാം ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും. ഞാൻ ഓർക്കാണ്, വർഷങ്ങൾക്ക് മുമ്പ് പിണറായി നമ്മുടെ ഇപ്പോഴത്തെ പിണറായിയുടെ മകളെ കിട്ടിയ മന്ത്രി ഗുണ്ടയായിട്ട് നടന്ന് അന്ന് TP നന്ദകുമാറിന്റെ ആഫീസിൽ കയറി അടിക്കുക മാത്രമല്ല ലാവലിംഗ് കേസിൽ റെക്കോർഡ് മുഴുവൻ എടുത്തോണ്ട് പോയി. നന്ദകുമാറിന്റെ മുഴുവൻ ഫയലുകളും ലാപ്ടോപ്പ് ഇവിടെ എല്ലാം മോട്ടിച്ചോണ്ട് പോയി കളായി. 40 പേരായിരുന്നു ഈ ഗുണ്ടകൾ. നമസ്കാരം. പിണറായി വിജയന്റെ മാധ്യമവേട്ടയ്ക്കെതിരെ അതിരൂക്ഷമായി പ്രതികരിച്ചുകൊണ്ട് PC ജോർജ് രംഗത്ത്. ക്രൈം നന്ദകുമാറിനെതിരെ തുടരുന്ന പിണറായിയുടെ പ്രതികാര നടപടികളിലായിരുന്നു PC ജോർജിന്റെ രൂക്ഷ പ്രതികരണം. വർഷങ്ങളായി ക്രൈം നന്ദകുമാറിന്റെ സ്ഥാപനത്തെയും അദ്ദേഹത്തെയും വേട്ടയാടുന്ന പിണറായി വിജയൻ ഇക്കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ തന്നെ 4 കള്ളക്കേസുകളാണ് നന്ദകുമാറിനെതിരെ എടുത്തത്. എന്നാൽ ഈ കേസുകൾ ഒന്നും തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് കണ്ട ബഹുമാനപ്പെട്ട ഹൈക്കോടതി നന്ദകുമാറിന് ജാമ്യം അനുവദിക്കുകയും കേസെടുത്ത നടപടിയെ വിമർശിക്കുകയുമായിരുന്നു. ഈ വിഷയത്തിൽ നന്ദകുമാറിന് എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ട് PC ജോർജ് പറഞ്ഞ വാക്കുകളിലേക്ക്. 5 വർഷം പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ ഒരുമാതിരി മര്യാദയ്ക്കൊക്കെ ഭരിച്ചു. അത് കഴിഞ്ഞ് കിറ്റ് കൊടുത്ത് അധികാരത്തിൽ വന്നു. പിന്നെ അഹങ്കാരം കണ്ണിൽ കൂടെ കയറിയിട്ട് ഇറങ്ങിപ്പോയിരിക്കുക. അയക്കെ കണ്ണ് കാണുകയാണ്. ആരുടെ പേരിൽ എന്ത് വൃത്തികളും നടത്താൻ ഒരു മടിയില്ലാത്ത ഒരു നാണം കെട്ട മനുഷ്യനായി പിണറായി വിജയൻ മാറി എന്ന് ശക്തമായ രീതിയിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മാധ്യമ സുഹൃത്തുക്കൾ കേസെടുക്കുന്നതിന് മര്യാദ വേണ്ടേ? മാധ്യമങ്ങളെല്ലാം നേരാണെന്ന് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഒരു BJP-കാരനെന്ന നിലയിൽ ഇവിടുത്തെ LDF-ഉം UDF-ഉം മാധ്യമങ്ങളും തുല്യമായിട്ട് ഞങ്ങളെ ആക്രമിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്കത് പരാതിയുണ്ട്. വേറെ കാര്യം, LDF-UDF ഒരുമിച്ച് നിൽക്കുകയാണ് ആ കാര്യത്തിൽ BJP തകർക്കാൻ. ആ കൂട്ടത്തിൽ മാധ്യമങ്ങളും കൂടി നിൽക്കുകയാണ്. എന്നിട്ടും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നരേന്ദ്രമോദിജി ലോകത്തിൽ ഏറ്റവും വലിയവരായി മിന്നി തിളങ്ങി പോവുകയാണ്. ഇവിടെ പിണറായിയോ കടങ്കേരം കുടിഞ്ഞു എന്ന് മാത്രമല്ല, ഒരു ദിവസം ഭരണം നടത്താൻ പോലും പറ്റാത്ത നിലയിൽ സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് കേരള സംസ്ഥാനത്തെ കൊണ്ട് എത്തിച്ചത് പിണറായിയാണ്. ഈ കാര്യങ്ങളൊക്കെ ജനം ചർച്ച ചെയ്യും. വയനാട് ദുരന്തം ഉൾപ്പെടെ വയനാട് ദുരന്തത്തിൽ ഇപ്പോഴും കണക്ക് കൊടുത്തിട്ടില്ല. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജനം ചർച്ചയാക്കി വേണ്ടി പിണറായിയുടെ ബുദ്ധി എന്താ? മാധ്യമങ്ങളെ പിടിക്കുന്നു, പിടിക്കുന്നു, മറിച്ച് പിടിക്കുന്നു. ഞാൻ ഓർക്കാണ്, വർഷങ്ങൾക്ക് മുമ്പ് പിണറായി നമ്മുടെ ഇപ്പോഴത്തെ പിണറായിയുടെ മകളെ കിട്ടിയ മന്ത്രി ഗുണ്ടയായിട്ട് നടന്ന് അന്ന് TP നന്ദകുമാറിന്റെ ആഫീസിൽ കയറി അടിക്കുക മാത്രമല്ല ലാവലിംഗ് കേസിൽ റെക്കോർഡ് മുഴുവൻ എടുത്തോണ്ട് പോയി. നന്ദകുമാറിന്റെ മുഴുവൻ ഫയലുകളും ലാപ്ടോപ്പ് ഇവിടെ എല്ലാം മോട്ടിച്ചോണ്ട് പോയി കളായി. 40 പേരായിരുന്നു ഈ ഗുണ്ടകൾ. അതിന് അപ്പൊ ലാവലിംഗ് കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കി എന്നുള്ളതാണ് നമ്മുടെ റിയാസിന്റെ മഹത്വം. അതിനുവേണ്ടി സ്വന്തം മകളെ കെട്ടിച്ചു കൊടുത്തു പിണറായി പോരെ. അത്രമാത്രം നന്ദിയുണ്ടെന്ന് അർത്ഥം. കാരണം ജയിലിൽ പോകേണ്ടതല്ലേ? അല്ലെങ്കിൽ അയാൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എല്ലാ അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്ന് മാധ്യമങ്ങളുടെ എല്ലാം ഓഫീസ് തകർക്കുക, ആഫീസിൽ കയറി എല്ലാ സാധനവും കവർച്ച, ഒരു കൊള്ള സംഘം, കൊള്ളക്കാരൻ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ചോദിക്കാനും പറയാനും ആളില്ലെന്ന് ഞാൻ ആരോട് പറയാന്? യാതൊരു സംശയം വേണ്ട. ഇതിനൊക്കെ എണ്ണി ഉത്തരം പറയേണ്ടി വരും. ഇപ്പൊ പിണറായി ഇപ്പം നന്ദകുമാറിനെ പിടിച്ചുകൊണ്ട് പോകുന്നു കേട്ടു. ഇപ്പൊ 4 കേസ് മറ്റേ TP നന്ദകുമാറിന്റെ അടുത്തേക്ക് ഒരുമിച്ച് എടുത്തിരിക്കുന്നത്. എന്നെ ഒന്ന് മാറാട്, ഒന്ന് വയനാട് ദുരന്തം സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ പ്രസ്താവന, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു മാധ്യമ സുഹൃത്തുക്കൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുക, അകത്ത് ചെയ്യുക. എന്ത് ഭൂകൃതനായത്? എന്തു ആകാമോ ഒരു മുഖ്യമന്ത്രിക്ക്? ഇതിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. നല്ലവണ്ണം ഉത്തരം പറയിച്ചേ വിടൂ, ഒരു സംശയം വേണ്ട. ഇതാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. അതായത് പിണറായി വിജയൻ ഏറ്റവും ഉപദ്രവിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവ് PC ജോർജ് ആണ്. താങ്കളെ വീട് വളഞ്ഞിട്ടാണ് പോലീസ് താങ്കളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആ അനുഭവങ്ങളുടെ ഒന്ന് പറയാമോ? അത് പറയാമല്ലോ. ഒരു ദിവസം രാത്രി ഞാൻ ഈ പിണറായി വിമർശിക്കുന്നുള്ള പിണറായിക്കുള്ള എന്നോടുള്ള വൈരാഗ്യം ഇപ്പൊ ആ കഴപ്പ് തീർന്നിട്ടുണ്ട്. വേറെ കാര്യം, അത് ബഹുമാനപ്പെട്ട കോടതി ഇന്ത്യൻ ജുഡീഷ്യയുടെ മൊത്തം കൊണ്ടാണ് ഈ പിണറായിയുടെ ആ കഴപ്പ് കുറച്ചെടുത്തത്. അതായത് ഒരു രാത്രി 2 മണിയായപ്പോൾ ഞാനൊന്ന് ഉറക്കം തെളിഞ്ഞ് ജനലിൽ കൂടെ നോക്കിയപ്പം റോഡ് നിറച്ച പോലീസ്. ഞാൻ എന്താണ് ഇതിന് മാത്രം പോലീസ്?
അന്ന് ഈ പോപ്പുലർ ഉണ്ട് SDP എല്ലാം കൂടെ എന്നെ ആക്രമിക്കുന്ന വലിയ പ്രചരണം നടന്നുകൊണ്ട് ഞാൻ ഓർത്തിന് അങ്ങനെ വല്ലതും ഉണ്ടായിരിക്കും. അതുകൊണ്ട് എൻ്റെ സംരക്ഷണത്തിന് ഈ തൊപ്പിയാമാർക്ക് ആക്കിയിട്ട് വന്നിരിക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. ഞാൻ പിന്നെ കിടന്നുറങ്ങി. കുറച്ചു നേരം കഴിഞ്ഞ് ബെല്ലടി കിട്ടി ഞാൻ ഇപ്പം 4:45 5 നോക്കിയപ്പോൾ ആ റോഡ് ചെന്ന് പോലീസുകാരൻ മുഴുവൻ എൻ്റെ വീടിന് ചുറ്റും നിൽപ്പുണ്ട്. എടാന്നാശി ഇതെന്തരമാണ്. ഞാൻ ഉടനെ ഒരു ബനിയനും കല്ലുമുട്ട കൊടുത്തിരിക്കും. ഞാൻ ഉടനെ തുറന്ന് ഇറങ്ങിച്ചത് എന്താ വിശേഷം എന്ന് ചോദിച്ചു. പറഞ്ഞു ഞങ്ങൾ മുകളിൽ നിന്നുള്ള നിർദ്ദേശമാണ് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എന്നാ തെറ്റെന്താണെന്ന് ചോദിച്ചാൽ അവിടെ തിരുവിതാംകൂർ സമ്മേളനം എടുക്കുക. തിരുവിതാംകൂർ നമ്മുടെ അതൊരു വലിയ സമ്മേളനമാണ്. ആ സമ്മേളനത്തിൽ ഞാൻ പ്രസംഗിച്ച് ഹിന്ദു സമുദായത്തെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് മുസ്ലിങ്ങളെ മോശമാക്കാൻ ശ്രമിച്ചു എന്നാണ് എൻ്റെ പേര് കേസെന്ന് പറഞ്ഞു. ഞാൻ വളരെ നന്നായിരിക്കുന്നു. ഞാൻ സത്യം പറയാൻ ആ യോഗത്തിൽ ഞാൻ സംസാരിച്ച് ഒരു വൃത്തികേട് ആരെപ്പറ്റിയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷെ മുകളിൽ നിന്നുള്ള നിർദ്ദേശം അതപ്പോൾ ഒരു ഐസിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമാണെന്ന് പറഞ്ഞു. മുഖ്യമന്ത്രി ഓഫീസിൻ്റെ നിർദ്ദേശമാണ്. ശരി എന്നാൽ പോയേക്കാന്ന് ഞാൻ കയ്യിലോട്ട് കൊടുത്ത് വണ്ടിയിൽ കയറാൻ തുടങ്ങി. അപ്പോൾ അവർ പറഞ്ഞു അത് വേണ്ട, കുളിച്ചിട്ടൊക്കെ വന്നാൽ മതി. ഞാൻ പിന്നെ കുളിച്ച് ഐശ്വര്യമായിട്ട് കുറിയൊക്കെ എന്തസായിട്ട് ഷർട്ടും മുണ്ടൊക്കെ മാറി എൻ്റെ കാറിൽ തന്നെ കയറി ഇരുന്ന് ഞാൻ വേണേൽ പോലീസുകാർ ഇതേ കയറി ഇരുന്നോളാം. അവർ കയറി ഇരുന്ന് ഇവിടുന്ന് പോയി. ഇതെൻ്റെ പൊന്ന് നന്ദ പറയും രാജ്യം മുഴുവൻ അറിഞ്ഞത്. ഇത് രാവിലെ 5 മണിക്ക് തുടങ്ങിയല്ലേ, അത് എങ്ങനെയോ മെസ്സേജ് പോയി. ചാനലിൻ്റെ ബഹളം. ഈരാറ്റുപേട്ട മുതൽ RSSന്റെ പ്രവർത്തകർ റോഡ് ഇറങ്ങി പുഷ്പുഷ് തുടങ്ങി. എനിക്ക് എൻ്റെ കാറെ പൂ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ പോയി തിരുവനന്തപുരത്ത് ചെന്നു അവിടെ KP ക്യാമ്പിൽ കൊണ്ടുപോയാ വെച്ചതിനെ. അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു 50ഓളം വനിതാ പോലീസുകാരിങ്ങനെ നിൽപ്പുണ്ട്. അവരെല്ലാം കൈ പൊക്കി കാണിക്കുക. കൈ ഉയർത്തിട്ട് തള്ളകൾ ഉയർത്തി നമുക്ക് അനുഭവം പ്രകടിപ്പിക്കുക. അതിന് 2-ാമതിനെ കൊണ്ട് ഇരുത്തി അവിടുന്ന് പോലീസ് ഡോക്ടർമാർ വന്നു, നേഴ്സന്മാർ വന്നു. ഇതിനെ പരിശോധന. ആ നേഴ്സന്മാർ നേഴ്സായിരുന്നു. ഒരു ഒരെണ്ണം മാത്രം പെണ്ണേഴ്സ്. എല്ലാ നേഴ്സുമാരും സാറേ വിട്ടുവീഴ്ചയില്ല മുന്നോട്ട് പോകണം, ഞങ്ങളെല്ലാം കൂട്ടത്തിലുണ്ടെന്ന് പറയും. ഡോക്ടർമാരും പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ ഡോക്ടർമാർ പിരിഞ്ഞപ്പോൾ നേഴ്സ് ഒരു വനിതാ നേഴ്സുണ്ട്. അവരായിട്ട് നോക്കി സാറിൻ്റെ ഒരു കൈ തരാമെന്ന് കൈ തരാമോന്ന് ഇരുന്ന് കൊടുത്തു. എൻ്റെ കൈ പിടിച്ച് കുലുക്കെ ചോദിച്ചു ഞങ്ങളെല്ലാം കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞമാരെന്നെ ചോന്നുകൊണ്ട് മൈസേട്ടിലോട്ട് പോവുക. ആ മൈസേട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മൈസേട്ട് ലോ അക്കാദമി പഠിക്കുമ്പോൾ ലോ കോളേജിലോ SFIയുടെ കൗൺസിലറായിരുന്നു മൈസൂരേട്ട്. അപ്പം ഞാനോട് ഞാൻ താഴെ നിന്നപ്പോൾ കണ്ടു മുകളിൽ ഈ പെൺകൊച്ചിനെ കണ്ടിയും കൊണ്ടുപോകുന്നതെന്ന് ഞാൻ ഓർത്തു. മുകളിലാണ് അടുത്ത് ചെയ്തപ്പോൾ തന്നെ ഈ മൈസേട്ട് ആ പെൺകൊച്ചിരിക്കുക. ഞാൻ മൈസേട്ടിൻ്റെ ഭാര്യയാണെന്ന് ഓർത്ത്. ആ കുട്ടിയോട് വെച്ചു സാറിന് എന്നാ ഉണ്ട് വിശേഷം? ഞാൻ ഒന്നുമില്ല മോളെ എന്ന് പറഞ്ഞു. സാറേ ഒരു കാര്യം ചെയ്യണം, വേഗം വീട്ടിൽ ചെല്ലണം. ചേച്ചി വലിയ വിഷമത്തിൽ ഇരിക്കുക, വേഗം വീട്ടിൽ പോകും. പിന്നെ അവർ നേരെ പോലീസ് താരൊക്കെ എന്തിനാണോ ഈ സാറിനെ പിടിച്ചോണ്ട് വന്നത്? എന്താ ഇവിടെ ഈ പരിശോധന എന്താ തെറ്റ്? 2 ചാട്ടം. അപ്പോഴാണ് ഇവർ മൈസൂരായിട്ടാന്ന് എനിക്ക് മനസ്സിലായി. ദൈവം തമ്പുരാനെ. SFIക്കാരി അവരുടെ ഭർത്താവ് മാവേലിക്കര മുനിസിപ്പാലിറ്റി ഇപ്പോൾ CPMന്റെ നേതാവാ, കൗൺസിലർ. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ മാന്യതയാണ് അവിടുത്തെ. അവരുടെ മുമ്പിൽ അവർ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒന്നുമില്ല. അവർക്ക് നിയമം വെച്ച് ഞാൻ പിടിച്ചുകൊണ്ട് തെറ്റാണ്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് ഷൗട്ട് ചെയ്യുന്നു. എന്നോട് വേഗം പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ചു പോകുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം പിടിച്ചുകൊണ്ട് പോയി. 3 പ്രാവശ്യം മൈസൂരന്മാർ ഇങ്ങനെ തന്നെ ഇറക്കി വിട്ടേച്ചു പോരെ. അതിൽ ഒരു മൈസൂരേട്ട ഒരു ദിവസം എന്നെ റിമാൻഡ് ചെയ്തതല്ല. റിമാൻഡ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അവരെ കേസ് ജാമ്യമില്ലാത്ത വകുപ്പായതുകൊണ്ട് അവർ ഒരു ദിവസം പിറ്റേ ദിവസത്തേക്ക് വെച്ചു. പിറ്റേ ദിവസം വെച്ചപ്പോഴത്തേക്കിന് ഒരു ഗുണം കിട്ടി. ഞാൻ ജയിലിലേക്ക് പോയി. ജില്ലാ ജയിലിലേക്കാണ് റിമാൻഡ് ചെയ്ത്. ജില്ലാ ജയിലിൽ ചെന്നപ്പം ജില്ലാ ജയിലിൻ്റെ സൂപ്രണ്ട് ജോർജ് എന്നയാൾ അങ്ങേറ്റോട് പറഞ്ഞു, ഇവന് സാർ ഇവിടെ കിടക്കാൻ സൗകര്യമില്ല, വലിയൊരു കോളാ, ഇതിനകത്ത് സാറിന് ഒറ്റയ്ക്ക് കിടത്താൻ എനിക്ക് പറ്റിയല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ 50 പേര് സാക്ഷി അതൊന്നും ശരിയായല്ല. സെൻട്രൽ ജയിലിലേക്ക് കൊടുക്കും. ഡോക്ടർ പരിശോധിച്ചു, പനി ഉണ്ടെന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പനി ഉണ്ടല്ലോ. ചെന്നപ്പോൾ ഞാനവിടെ ചെന്നതിന് മാന്യമായിട്ട് അവിടെ കട്ടിലും ബെഡും രാവിലെ 6 മണിക്ക് തുറക്കുള്ളൂ. അത് നിർബന്ധം കേട്ടോ. 6 മണിക്ക് വൈകുന്നേരം പോയിട്ട് രാവിലെ 6 തുറക്കുള്ളൂ. തുറന്ന് ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പം പത്രം എല്ലാം കൊണ്ടുവന്നു. പത്രം വായിച്ചു ഇങ്ങനെ കാലയിലോട്ട് തയ്യാറായിട്ട് പോയി. ഞാൻ എന്താണെന്ന് നോക്കിയപ്പം ഫാദർ കോട്ടൂരാ. ജയിലിലെ വേഷത്തെ അവിടെ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ചാടി പിടിച്ച് എഴുന്നേപ്പിച്ച് ഫാദർ കോട്ടൂരാണെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നിരപരാധിയാണ്. മറ്റേ കേസാ. നിരപരാധിയായ മനുഷ്യനെ പിടിച്ചിട്ടിരിക്കുക. ഞാൻ കോടതി ജാമ്യം നിന്നോളൂന്നെല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് അവിടെ കിടക്കുന്നവരെ കണ്ടപ്പോൾ എൻ്റെ ദൈവം തമ്മിൽ ഒരു 70-75 വയസ്സായ കാരണവന്മാരെല്ലാം
മുഴുവൻ ഓക്സിജൻ മാസ്ക് കുത്തി ഇട്ടിരിക്കുക അശുദ്ധി എന്ന് പറഞ്ഞ്. ഇങ്ങനെയൊക്കെ ഇറക്കി വിടാൻ പാടില്ല. എന്തൊരു കടുങ്ങിയെന്ന് ആലോചിക്കണം. ഞാൻ എല്ലാവരും കണ്ട് വേലയെല്ലാം എഴുതിയെടുത്തേച്ച് ഒരു 6-7 മണിയാകുമ്പോൾ കൈക്കോടം നോക്കി അമ്മി കെട്ടി ഇറങ്ങി. ഞാൻ പത്രക്കാരും ഒരു 50 പത്രക്കാരും ചാനലാണ് ഇപ്പം അച്ചയ്ക്കാനങ്ങ് പറഞ്ഞു കൊടുത്തു. ഇത് പല വൃത്തികളുണ്ടോയെന്ന് ചോദിച്ചു. മര്യാദ പാവർക്കോട്ടിനെ പിടിച്ചിട്ടിരിക്കുന്നു, ഇത് തെറ്റാണ്, ഈ വയസ്സായ പ്രായമുള്ള കാരണവന്മാരെ ഇതിന് പിടിച്ചിട്ടിരിക്കുന്നു, നീതിയാണ് ഇത് എന്നൊക്കെ ഞാൻ ചോദിച്ചു. ഇത് ചാനലുകാരെല്ലാം ചോദ്യം കൊടുത്തു. ഏതായാലും പിറ്റേ ദിവസം ഹൈക്കോടതി കേസ് വന്നു. ഹൈക്കോടതി കോട്ടൂരിനും ജാമ്യം കൊടുത്തു. അവിടെ ഈ 65-70 വയസ്സ് കിടക്കുന്ന എല്ലാവരും റിലീസ് ചെയ്തുകൊണ്ട് ഓർഡറായി ഹൈക്കോടതിയിൽ നിന്ന്. എന്നെ അങ്ങനെ വിട്ടത് ദൈവം എന്നെ വിട്ടതെന്ന് എൻ്റെ പേര്. അങ്ങനെ ഒരു വയസ്സുകൊണ്ട് ഒരു ദിവസം എന്നെ വിട്ടേന് അത്രയും നന്മ കേരളത്തിലുണ്ടായി. അത് കഴിഞ്ഞ ദിവസം എറണാകുളത്ത് ചെന്നു. എറണാകുളത്ത് വിളിച്ച് അവിടെ ചെന്ന് അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി എന്നെ. അവിടുന്ന് പിടിച്ചുകൊണ്ട് പോയി എൻ്റെ ദൈവം തമ്പുരാനെ 2.5 മണിക്കൂർ കൊണ്ട് എറണാകുളത്ത് നിന്ന് തൃക്കാക്കര ഇലക്ഷൻ സമയത്ത് അവിടുന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചു. അത് കോടതി കൊണ്ടുപോയി അവിടെ ചെല്ലുന്നതിന് പറഞ്ഞ മജിസ്ട്രേറ്റ് പറഞ്ഞ് പോക്കോളാൻ പറഞ്ഞു. എന്നെ ഇറക്കി വിട്ടേച്ചു. അത് കഴിഞ്ഞ് വേറൊരു പ്രാവശ്യം അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു തിരുവനന്തപുരത്ത് ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് ചെന്നു. അപ്പോൾ ഒരു 10-20 പോലീസ് ഓഫീസർമാരും കമ്പ്യൂട്ടറും കൊണ്ട് ചോദ്യം ചെയ്യില്ല. അത് ഞാനിവരോട് വെച്ചു, നിങ്ങൾ ഫോൺ ചെയ്ത് വിളിച്ചാൽ വരികയില്ല, പിന്നെ ഇതിനെ എന്നെ പിടിച്ചോണ്ട് പോകുന്നു ചോദിച്ചുകൊണ്ടാണ് ഫോൺ ചെയ്ത് വിളിച്ച് ഞാൻ അങ്ങനെ തൈക്കാട് ഗസ്റ്റ് ഹൗസ് ചെന്നു. ചോദിച്ച് എൻ്റെ പൊന്ന് നന്ദമാരെ ചിരി വരും. ഒരു 100 ചോദ്യം എല്ലാത്തിനും ഞാൻ ഉത്തരം കഴിഞ്ഞപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ കൂടെ ഒരു ചോദ്യം ആളെ പറഞ്ഞു, ഇതിനകത്ത് PC ജോർജിന്റെ പേരിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല, സാറിന് റിലീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. ഞാൻ പോകുന്നൊരു 10-20 പോലീസുകാർ വീണ്ടും പുറത്ത്. അപ്പോൾ കമ്മീഷൻ എടുത്ത് തിരുവനന്തപുരം ഒരു സർക്കിൾ ഇൻസ്പെക്ടർ വന്ന് ചെവിയിലാണ്. അവരെ കൂടി ഉദ്യോഗസ്ഥർ വന്ന് പറഞ്ഞു. ഉടനെ ഈ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു, സാറേ പോകാൻ പറ്റില്ല, സാറിൻ്റെ ഒരു ബലാത്സംഗ കേസുണ്ട് അറിയോ? ഞാൻ എവിടെ ആരെ ബലാത്സംഗം? ഇന്നലെ രാത്രി ഈ ഗസ്റ്റ് ഹൗസ് വിട്ട് ഒരു സ്ത്രീയെ, സരിത എന്നൊരു സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് സരിതയുടെ മൊഴിയാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ന് രാവിലെ തിരുവനന്തപുരത്ത് ഈരാറ്റുപേട്ട് നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അപ്പോൾ കമ്മീഷൻ അയാൾ ആ പോലീസ് ഓഫീസർ പറഞ്ഞു, ഇത് എന്തൊരു കേസാന്ന് വെച്ചു. ഇന്ന് രാവിലെ ഒരു 5 മണിക്ക് ഞാൻ ഈരാറ്റുപേട്ടേക്ക് വിളിച്ച് പുള്ളിയോട് വരണം നിർബന്ധിച്ചിട്ട് പുള്ളി ഈരാറ്റുപേട്ടെന്ന് വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഈരാറ്റുപേട്ട ഇരുന്നുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസുകളുടെ സരിതയെ ബലാത്സംഗം ചെയ്തു. ഭയങ്കരമാണല്ലോ ഇത്. അയാൾ 200 മീറ്റർ നീളമുണ്ടോന്നു കളിയാക്കി പുള്ളി തന്നെ ചോദിച്ചു. അപ്പോഴും ആ ഉദ്യോഗസ്ഥൻ എന്ത് ചെയ്യാൻ മൂടി എന്നുള്ള നിർദ്ദേശമാണ്. എന്നെ ചോദിച്ചുകൊണ്ട് പോയി കൊണ്ടുപോയി എല്ലാം കഴിഞ്ഞ് ഒരു 100 വക്കീലന്മാരും കൂടി ബഹളം. അപ്പോൾ എന്നോട് ഈ കേസായതുകൊണ്ട് 354 ഉണ്ട്, ഒരു കാരണവശാലും ജാമ്യം കിട്ടാൻ സാധ്യതയില്ല, ജയിലിൽ പോയിട്ട് വരും എല്ലാവരും വക്കീലന്മാരും പറഞ്ഞു. അപ്പോൾ വക്കീലന്മാർ മാത്രമല്ല, BJPയുടെ നേതാവാണ് എൻ്റെ വക്കീല്, അദ്ദേഹവും പറഞ്ഞു ഒരു ഹൈക്കോടതി ജാമ്യം കിട്ടാൻ സാധ്യതയില്ല, തെറ്റിദ്ധരിക്കുക, ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ എന്നെ എനിക്ക് ബൂസ്റ്റിംഗ് ഒക്കെ തന്നു. അത് കഴിഞ്ഞ് ബെഞ്ച് 7 മണിക്ക് ബെഞ്ച് മജിസ്ട്രേറ്റ് വനിതാ മജിസ്ട്രേറ്റ് വന്ന് കയറിയിരുന്നു. അവരെന്നെ നേരെ നോക്കാൻ റിമാൻഡ് എഴുതുക. അപ്പോൾ സോറി ഞാൻ നിങ്ങളോട് ചോദിക്കണം, നിങ്ങളെ പോലീസ് ഹരാസ്മെന്റ് ഉണ്ടായോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പോലീസ് ഹരാസ്മെന്റ് ഉണ്ടായില്ലെന്നല്ല വളരെ മാന്യമായിട്ട് എന്നോട് പറയും, ഒരു തെറ്റും അവരാരും ചെയ്തിട്ടില്ല, ഓക്കെ എന്ന് എഴുതാൻ തുടങ്ങുക. കേസ് കമ്മിറ്റ് ചെയ്യാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല എനിക്ക് ഒരു സങ്കടം പറയാനുണ്ടെന്ന് തോന്നി. സാറിന് അവർ കേൾക്കുന്നതല്ല, എല്ലാവർക്കും വക്കീലന്മാരോട് കേൾക്കാനെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ അവർ എൻ്റെ മുഖത്തോണ്ട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ ഇത്രയും പ്രായമായി, ഞാൻ ഈരാറ്റുപേട്ട ഇരിക്കുന്ന ഞാൻ തിരുവനന്തപുരത്ത് എങ്ങനെ ബലാത്സംഗം ചെയ്യും? ഞാൻ നിരപരാധിയാണ്, വെറുതെ കള്ളക്കേസ് ഉണ്ടാക്കുകയാണ്, എന്നെ ഉദ്ധരിക്കരുത്. ബഹുമാനപ്പെട്ട കോടതി ഏത് സമയത്ത് എവിടെ വേണേൽ ഞാൻ വന്ന് ഹാജരായിക്കോളാം, എനിക്ക് ജാമ്യം തരണം, എനിക്ക് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ഓഹോ എന്ന് അവർ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ വക്കീല്, അദ്ദേഹം BJPയുടെ വലിയ നേതാവാണ്, അദ്ദേഹം അച്ഛക്ക് വർത്താനം കുറെ അങ്ങ് പറഞ്ഞു. ഉടനെ അവർ പറഞ്ഞു വെയിറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇറങ്ങിപ്പോയി. 1.5 മണിക്കൂർ ഇരുന്ന് അവർ ജഡ്ജ്മെന്റ് എഴുതി എനിക്ക് ജാമ്യം തന്നു. ആ ജഡ്ജി ഒരു വനിതാ മജിസ്ട്രേറ്റ്, അയ്യോ എന്തൊരു മാന്യമായ മജിസ്ട്രേറ്റ് അവരെന്നറിയാവും. അവരെ ഇപ്പോൾ അവിടെ നിന്ന് സ്ഥലം മാറി, അവർ കോട്ടയംകാരിയാണ്. പിന്നെ അന്വേഷിച്ചപ്പോഴാണ് കോട്ടയത്താണ് നല്ലൊരു സ്ത്രീ. അതിനൊക്കെ ദൈവാനുഗ്രഹം കിട്ടും. ജുഡീഷ്യറിയുടെ മഹത്വം അപ്പോഴാണ് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒത്തിരി പിണറായി വിജയൻ നോക്കി ഇതും കൂടെ ഈ മജിസ്ട്രേറ്റ് ബലാത്സംഗ കേസും ജാമ്യം തന്നു കഴിയപ്പം പിണറായി എനിക്കിട്ടുള്ള പണി നിർത്തി, ചിലവാകാനെന്ന് മനസ്സിലായി. അപ്പോൾ ജുഡീഷ്യറി എൻ്റെ കൂട്ടത്തിലാണെന്ന് മനസ്സിലായത് നിർത്തി. അതുകൊണ്ട് പിണറായിക്ക് കണ്ടകോടാലി വരും. പിണറായി മകനും ഭാര്യയും എല്ലാ മരുമകനും എല്ലാം ജയിലിൽ കിടക്കുന്നത് കാണാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടും. ധൈര്യമായിട്ടിരിക്കുക, അതാണ് പറയാനുള്ളത്.